സൂപ്പർ 60 ഇനി പോകുന്നത് 2 സൂപ്പർ അതിഥികളിലേക്കാണ്. ഇന്ത്യൻ 2 സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയ കമൽഹാസനും സംഘവും സദസ്സിലിരിക്കുമ്പോൾ വേദിയിൽ ഒരു ഗായിക മനോഹരമായി ഒരു പാട്ടുപാടുന്നു. പാട്ട് കേട്ട കമൽഹാസൻ കൂടെ പാടുന്നു. അപൂർവ കാഴ്ച കണ്ട് കാണികൾ കൈയടിച്ച് കൂടെ ചേർന്നപ്പോൾ അതേ സദസ്സിൽ ഗായികയുടെ ജീവിത പങ്കാളിയായ സംഗീത സംവിധായകനും ഉണ്ടായിരുന്നു. ആരാണ് ആ ഗായികയും സംഗീത സംവിധായകനും? ആദ്യം കൊച്ചിയിലെ ചടങ്ങിൽ നിന്നുള്ള ആ സംഗീത കാഴ്ചയൊന്ന് കാണാം. കൺമണി അമ്പോട് കാതലൻ நான் எழுதும் கடிதாசி லெட்டர் கடிதம் சரி கடிதமே இருக்கட்டும் படி. பாட்டாவே படிச்சிட்டியா? உன்னை நினைச்சு பார்க்கும்போது அப்படியே கவிதை கொட்டுது. ஆனா வார்த்தை தான் அது வராமல் நிற்கிறது. கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டது. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி வீட்டில் சொந்தமா நான் எழுதும் சொந்தமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டது. ஓஹோ യെസ്, ഗായിക സോണി മോഹനും സോണിയുടെ ഭർത്താവും സംഗീത സംവിധായകനുമായ ഗൗതം വിൻസെന്റുമാണ് ഇന്നത്തെ സൂപ്പർ അതിഥികൾ. കമൽഹാസനുമൊത്ത് പാട്ടുപാടിയത് മാത്രമല്ല, ഇതിനോടകം സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് ചുവടുവെച്ച ഗായികയാണ് സോണി മോഹൻ. സംഗീത സംവിധാനത്തിൽ ശ്രദ്ധ നേടിയ കലാകാരനാണ് ഗൗതം വിൻസെന്റ്. ഇരുവർക്കും സൂപ്പർ 60യിലേക്ക് സ്വാഗതം. ഹായ് ഗൗതം. ഹായ് സോണി. ഹായ്. സത്യം പറഞ്ഞാൽ ഉലക നായകൻ കമൽഹാസനൊപ്പം അങ്ങനെ ഒരു പാട്ട് ഒരേ വേദിയിൽ നിന്ന് പാടാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ വലിയൊരു നിമിഷമായിരിക്കും അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചെറിയൊരു ആഗ്രഹം വലുതായിട്ട് സാറിൻ്റെ അടുത്തുനിന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. സത്യത്തിൽ രണ്ടുപേരും അല്ലേ സിനിമ പിന്നണി ഗാന രംഗത്ത് സംവിധാന രംഗത്തൊക്കെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന 2 ആളുകളാണ്. സത്യത്തിൽ ആ പാട്ട് ഞങ്ങൾക്ക് അങ്ങനെ കേട്ട് മതിയായില്ല. നമുക്ക് കൺമണി ഒന്നും കൂടി ഒന്ന് കേട്ടാലോ? എന്നിട്ട് തുടങ്ങാം നമുക്ക് വിശേഷങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പെർഫോമൻസ് പാട്ടിൽ ചെയ്യാന്ന്. ഓക്കെ, അതിന് മുന്നേ ഇതൊരു ഇൻസ്ട്രുമെന്റ് മെലോഡിക്ക എന്നാണ് ഇതിലാണ് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണോ? ഞാൻ കീബോർഡിലാണ് പ്ലേ ചെയ്യുന്നത്. മെലോഡിക്ക കീബോർഡ് പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ നമ്മുടെ ശ്വാസവും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് ഈ മെലോഡിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്, ഒപ്പം സോണിയുടെ ശബ്ദവും. നമുക്ക് ആദ്യം ഒരു പെർഫോമൻസ് ആവാം അല്ലേ? ഓക്കെ. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே.
അപ്പൊ ഇതാണ് ഈ മെലോഡിക്കയുടെ ഒരു ഭംഗിയല്ലേ. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതമൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംഗീത സംവിധാനം ചെയ്യുന്നു, പാട്ട് പാടുന്നു. എങ്ങനെയാണ് ആ ഒരു ജീവിതം, ഒരു സംഗീത ജീവിതം അല്ലേ? അതെ, ഞങ്ങള് ഇപ്പം ഞാൻ കമ്പോസർ ആണല്ലോ, അപ്പം ഞാൻ കമ്പോസ് ചെയ്യുന്ന പാട്ടുകളുടെ ട്രാക്കുകൾ കൂടുതലും സോണി തന്നെയാണ് പാടുന്നത്. അപ്പം ഇപ്പം ഞാൻ ജസ്റ്റിസ് ഫോർ ജെനി എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ട്രാക്കുകൾ പാടി ഡയറക്ടർ പറഞ്ഞു ഈ സിംഗർ തന്നെ മെയിൻ പാടിയാൽ മതി. അങ്ങനെ 2 പാട്ട് അതിലും പാടിയിട്ട് നമ്മുടെ ഫ്ലാറ്റിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ വർക്ക് സ്പേസ് സ്റ്റുഡിയോ ഉള്ളത്. അപ്പം നമ്മൾ എന്തെങ്കിലും ജോലിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ഗൗതം പറയും വരും ഒരു പാട്ട് പാടിയിട്ട് പോകും. ഞാനത് അങ്ങനെ പാടാറില്ല. ഞാൻ പാടുന്നത് എനിക്ക് ആരെയും കേൾപ്പിക്കാൻ അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ എനിക്ക് വേണ്ടി തന്നെ കമ്പോസ് ചെയ്യാൻ പാടും. അപ്പോൾ അതുകൊണ്ട് സോണിയുടെ ശബ്ദത്തിലാണ് കൂടുതലും എൻ്റെ ട്രാക്കുകൾ പുറത്തോട്ട് പോകാറുള്ള. ഡയറക്ടറുടെ ആണെങ്കിലും പ്രൊഡ്യൂസറിൻ്റെ ആണെങ്കിലും ഒക്കെ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ സോണി ഇപ്പോൾ സിനിമയിൽ തന്നെ പാടിയിട്ടുള്ള ആ ഒരു പാട്ട് തന്നെ അല്ലെ, ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്തൊരു പാട്ടാണ്. ആ പാട്ടൊന്ന് നമുക്ക് പാടിയാലോ? ഓക്കെ. അത് 4 Years എന്ന് പറഞ്ഞ മൂവിയിൽ ശങ്കർ ശർമ്മ ചേട്ടൻ്റെ മ്യൂസിക്കിൽ ഒരു 3 പാട്ട് പാടിയ സിനിമയിൽ. അതിൽ ഒരുവിധം എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ട് ആ പാട്ടാവാം. കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിനവിൽ നിൻ മൃദുല സംഗീതം ഇൻ ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിന്നിനവുകളിൻ നിനവിൽ നിൻ മോഹ സല്ലാപം ഇളം തേൻ കാറ്റായി പാറി വന്നു നീ പരാഗമായി അരൂപിയായി പെയ്തൊഴിഞ്ഞ പാട്ടായി പോയകന്നു നീ വിലോലമായി അശാന്തമായി വിഷാദം നീ വിചാരം നീ സ്വകാര്യം നീ പ്രയാണം നീ വികാരം നീ വിദൂരം നീ അനേകം നീ പ്രദോഷം നീ. അടിപൊളി. പറയാറുണ്ട് നല്ല ക്യൂട്ട് വോയിസ് ആണ്. ഒരുപാട് പേര് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ അത്. സത്യത്തിൽ നിങ്ങൾ ഈ സംഗീത വഴിയിൽ തന്നെയാണോ കണ്ടുമുട്ടിയത്? പ്രണയവിവാഹമാണെന്ന് എനിക്കറിയാം. അത് എങ്ങനെയായിരുന്നു ആ സംഗീതം ഒരുമിച്ചങ്ങ് ചേരുന്ന? ത്രൂ തന്നെയാണ് പരിചയപ്പെട്ടത് അല്ലേ? മ്യൂസീഷ്യൻ സിംഗറാണല്ലോ, സിംഗർ മ്യൂസീഷ്യനുമായിട്ട് അങ്ങനെ ഓരോ പാട്ടുകളൊക്കെ ചെയ്ത് വർക്കുകൾ ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഇഷ്ടത്തിലായി, വീട്ടിൽ അവതരിപ്പിച്ചു. 2 വീടുകളിലെ സമ്മതമായിരുന്നു. അങ്ങനെ ഞാൻ ഗൗതമിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഈ മെലോഡിക്കയിൽ തന്നെ വെണ്ണില ചന്ദനക്കിണ്ണം നന്നായി ചെയ്യുമെന്ന് എന്റെ ഒരു സുഹൃത്ത് KC ബിബിൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായാലും വെണ്ണില ചന്ദനക്കിണ്ണം തീർച്ചയായിട്ടും. ശ്വാസം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്താ എന്റെ ടെക്നിക്ക്? ഇത് ശ്വാസം പിടിച്ചു വെക്കുക എന്നുള്ളൊരു ടെക്നിക്കേ ഉള്ളൂ. ഇപ്പൊ ഗൗതം തന്നെ ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ടല്ലേ, ഓണപ്പാട്ടുകള്, മറ്റ് ഡിവോഷണൽ സോങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പരിചയമുണ്ട്. അപ്പൊ എങ്ങനെ ഈ കടന്നു വന്നിട്ടുള്ള ഒരു വഴി, അതിൽ കൂടുതൽ എത്തരത്തിലുള്ള സോങ്സ് ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ ആദ്യമേ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കമ്പോസ് ചെയ്യുന്ന ചാവരുൾ എന്ന് പറഞ്ഞ ഒരു ഡിവോഷണൽ ആൽബമാണ്. അത് ഇറങ്ങിയത് 2ാമതായിരുന്നു.
ആദ്യമേ ഇറങ്ങിയത് അർപ്പിതം എന്ന് പറയുന്ന ഒരു ഡിവോഷണൽ ആൽബമാണ്. അത് എൻ്റെ അമ്മയാണ് കൂടുതലും വരികൾ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അമ്മ ടീച്ചറാണ്. അമ്മ ടീച്ചറാണ്. അതെ, അമ്മ മൊത്തം കുടുംബം മൊത്തം അമ്മ വരികൾ എഴുതുന്നു അല്ലെ, മകൻ കമ്പോസ് ചെയ്യുന്നു, മരുമകൾ പാട്ട് പാടുന്നു. ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഓണം സോങ് ഞങ്ങൾ അങ്ങനെയാ ചെയ്തത്. ഞാനും മധു ബാലകൃഷ്ണൻ ചേട്ടനും കൂടിയാ പാടിയത്. ഓണം എന്ന് പറഞ്ഞ പേരിൽ യൂട്യൂബിലുണ്ട്. കുടുംബം മൊത്തം പാട്ട് അല്ലേ. കൂടുതൽ ഇപ്പൊ എനിക്ക് വർക്കുകൾ വരുമ്പോൾ പെട്ടെന്ന് അത് ചെയ്യണമല്ലോ. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ അമ്മയുടെ അടുത്താകുമ്പോൾ എന്തും പറയാം. ഇപ്പൊ സോണി ലിറിക്സ് എഴുതാറുണ്ട്. സോണി അടുത്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. വർക്ക് ഫ്ലോ അങ്ങ് സ്പീഡാകും. അപ്പൊ അങ്ങനെ ഇവഞ്ച്വലി അങ്ങ് ഹാപ്പനിങ് ആയെന്നാണ്. അപ്പൊ ഇനി ഏതാ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോമൻസ് കൂടി സോണിയുടെ ഒരു മധുര ശബ്ദത്തിൽ ഏതാണ്? പണ്ടത്തെ ഒരു പാട്ട് പാടും. അത് പണ്ട് തൊട്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പാട്ടാണ്. ഇപ്പൊ ചോദിച്ചപ്പോൾ എനിക്ക് ആ പാട്ടാണ് വന്നത്. എന്നാ നമുക്ക് അത് പാടാം. കാതോടു കാതോരം തീഞ്ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോടു കാതോരം തീഞ്ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. അടിപൊളി. ഈ ഡിവോഷണൽ സോങ്സിൽ തന്നെ ഒരുപാട് പ്രശസ്തരായ പാട്ടുകാരെ പാടിപ്പിച്ചിട്ടുള്ള അനുഭവം കൂടി ഉണ്ടല്ലേ. ഇപ്പൊ യേശുദാസ്, എം ജി ശ്രീകുമാർ, അങ്ങനെ വിജയ് യേശുദാസ് അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇതുവരെ പാടിപ്പിച്ചിട്ടുള്ള എല്ലാ സിംഗേഴ്സിന്റെയും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോഴും എല്ലാവരുമായിട്ട് നല്ല ടച്ചിലാണ്. ഇന്നും കൂടെ വിജയ് ചേട്ടൻ മെസ്സേജ് അയച്ചുള്ളൂ രാവിലെ കമൽ സാറിന്റെ വീഡിയോ കണ്ടിട്ട്. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ പുതിയ പ്രൊജക്ടുകളൊക്കെ എങ്ങനെയാണ്? പുതിയ പ്രൊജക്ടുകൾ ഞാനിപ്പോൾ ജസ്റ്റിസ് ഫോർ ജെനി എന്ന് പറഞ്ഞൊരു ഫിലിമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് റിയ എന്ന് പറഞ്ഞ സാറാണ് ഡയറക്ടർ. അത് തമിഴിലും മലയാളത്തിലും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോണി, ഞാനും ആ സിനിമയിൽ 2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സിംഗിൾസ് ഒക്കെ ഇറങ്ങാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മെലഡിയോട് കൂടി തീർത്തിയാലോ? ഏതാണ് ഇനി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ടുകൂടി പാടി നമുക്ക്? കമൽ സാറിന്റെ ഒരു പാട്ടിലോട്ട് തന്നെ കിടക്കാം. ആക്ച്വലി ഈ ഫംഗ്ഷനിലോട്ട് ഞങ്ങൾ വന്നതിനെ പറ്റി എന്റെ ബാൻഡ് മെമ്പേഴ്സിനെയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, അപ്പം നമ്മുടെ ലുലു ഗ്രൂപ്പിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫംഗ്ഷനിലോട്ട് വിളിക്കുന്നത്. തലേ ദിവസമാണ് ഞങ്ങൾ ഈ ഫംഗ്ഷനിലോട്ട് വിളിച്ച് പറഞ്ഞത്. നമ്മുടെ സ്വരാജ് ചേട്ടനാണ് ലുലുവിന്റെ ഞങ്ങളെ വിളിച്ചത്. ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കമൽ സാറിന്റെ കുറച്ച് പാട്ടുകൾ വേഗം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അതിന് നമ്മുടെ ടീം എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിന്നു. തലേദിവസം വിളിച്ചിട്ട് വരെ എല്ലാവരും ബാലഗോവിന്ദ്, അമൽ, റെമിൻ, ഗോകുൽ, റോണി എല്ലാവരും തന്നെ തലേന്ന് തന്നെ വന്ന് പിറ്റേന്ന് ആ ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് ആ ഒരു പ്രോഗ്രാം ഒരു സക്സസ്ഫുൾ ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ ആയാലോ? ഷുവർ. കമൽ സാറിന്റെ പാർത്ത മുതൽ നാളെ എന്ന് പറഞ്ഞ സോങ് ചെയ്യാം. സോണിയുടെ ശബ്ദത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് കൂടി പാടിയിട്ട് നമുക്ക് അങ്ങ് നിർത്താം. അതായത് കാറ്റേ നീ വിശരുതിപ്പോൾ എന്നുള്ള പാട്ട് മനോഹരമായി പാടിയത് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ബിബിൻ ചേട്ടന്റെ പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അതെ, ആ പാട്ട് നമുക്കൊന്ന് പാടി. ഞാൻ നോക്കാം. ശരി. നീലത്തിരമാലകൾ നീളെ നീന്തുന്നൊരു നീർക്കിളി പോലെ കാണാമത്തോളി പതുക്കെ ആലോലം പോകുന്നരികെ മാറാനിൻ പുഞ്ചിരി നൽകിയ രോമാഞ്ചം മായും മുൻപേ
വീശരുതിപ്പോൾ കാരേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പൂ. സൂപ്പർ. എന്തായാലും താങ്ക് യു ഗൗതം, താങ്ക് യു സോണി, സൂപ്പർ 60 വന്നതിന്. എന്തായാലും മനോഹരമായ നിമിഷങ്ങളായിരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ, ഒരുപാട് സിനിമകളിൽ പാടാൻ കഴിയട്ടെ, ഇഷ്ടമുള്ള പാട്ടുകൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ അത്തരത്തിൽ സന്തോഷകരമായി ഒരു സംഗീത ജീവിതം, അല്ലെ, കുടുംബജീവിതം സംഗീത ജീവിതമായി അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്.